ഏർപ്പാടുകളൊക്കെ നിർത്തിവെച്ച് സുന്നത്ത് ജമാഅത്തിനെ വിൽക്കരുത്. ഇതിനെയാ ഞങ്ങൾ പിടികൂടുന്നത്. അതാണ് KG അബ്ദുൽ ലത്തീഫ് മൗലവിയും പറഞ്ഞത്. എന്നിട്ട് കമ്പ്യൂട്ടർ കൊണ്ട് കളിക്കുക. അങ്ങനെ കളിക്കുകയാണെങ്കിൽ എത്ര കളിക്കുക സുഹൃത്തുക്കൾ. 1-2 ഉദാഹരണങ്ങളെ കാണിക്കുകയാണ്. ഇനി വഹാബ് സഖാഫി മമ്പാടിന് ഇറങ്ങാറായി അതേ ക്ലിപ്പറ്റ് വരണ്ട എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞു വരികയാണെങ്കിൽ ക്ലിപ്പുകളൊക്കെ ഒന്ന് മാറ്റിക്കോട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് മാറ്റി പിടിച്ചു നോക്കാം. ഏതായിരുന്നാലും അദ്ദേഹം കാണിക്കുന്നത് പോലെ നമുക്കും കളിക്കാം. ആദ്യമായി നിങ്ങൾ കാണാൻ പോകുന്നത് അലവി സഖാഫി, സാക്ഷാൽ അലവി സഖാഫി. അദ്ദേഹത്തിന്റെ ഉസ്താദ് സഖാഫി ബിരുദെടുക്കുന്നത് മർക്കസ് സഖാഫത്ത് നിന്നാണല്ലോ. അവിടെ ഉസ്താദായി വലിയ മേയറായി ചമഞ്ഞിട്ടുള്ള കാന്തപുരം ഉസ്താദ്, മൂപ്പര് തന്നെ ആ കാന്തപുരം ഉസ്താദിനെ വളരെ മോശമായി നിന്ദിക്കാണ്. കാന്തപുരം ഉസ്താദ് കള്ളനാണ്, തമ്മാടിയാണ്, മോശക്കാരനാണ്. ഇത് അപ്പുറപ്പുറം കട്ട് ചെയ്തതാണ്. പക്ഷെ അങ്ങനെ കണ്ടാൽ കാന്തപുരം ഉസ്താദിനെ കുറ്റം പറഞ്ഞു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കും. കണ്ടോളൂ. കാന്തപുരം കട്ടിരിക്കുന്നു, അദ്ദേഹം പെരുങ്കള്ളനാണ്, മഹാകള്ളനാണ്, വൃത്തികെട്ടവനാണ്, ഏറ്റവും ദുഷിച്ചവനാണ്. കാന്തപുരം കട്ടിരിക്കുന്നു, അദ്ദേഹം പെരുങ്കള്ളനാണ്, മഹാകള്ളനാണ്, വൃത്തികെട്ടവനാണ്, ഏറ്റവും ദുഷിച്ചവനാണ്. അപ്പൊ ഇത് കണ്ടപ്പോ സാധാരണക്കാർക്ക് എന്താ തോന്നുക? കണ്ടില്ലേ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് മുജാഹിദുകൾ ഇട്ടിട്ടുള്ള ക്ലിപ്പിൽ അലവി സഖാഫി, സാക്ഷാൽ അലവി സഖാഫി മൂപ്പരുടെ ശിഷ്യൻ കാന്തപുരം ഉസ്താദിനെ ചീത്ത പറഞ്ഞു എന്നറിയില്ലേ? കള്ളനാണ് എന്നൊക്കെ പറഞ്ഞു അല്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്ലിപ്പിടുമ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, സ്വപ്നം കണ്ടു കിടക്കുന്ന അഹ്സനി പുറത്തിറങ്ങിയ മറുപടി പറയും. ഇതിനെന്ത് മറുപടിയാണുള്ളത്? അലവി സഖാഫി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പേരോട് ഉസ്താദിനെ അല്ല, കാന്തപുരം ഉസ്താദിനെ. മൂപ്പരാരാ നമുക്കറിയില്ലേ? കാലത്തിന്റെ പണ്ഡിതൻ എന്നൊക്കെ അറിയപ്പെടുന്ന, ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആലിം എന്നൊക്കെ അറിയപ്പെടുന്ന ഷെയ്ഖുനാ ഷെയ്ഖുസ്സമാൻ, നമ്മുടെ ഷെയ്ഖ് എന്നൊക്കെ അറിയപ്പെടുന്ന ആള്. അയാളെ കുറിച്ച് അവരുടെ കള്ളനാണ്, മോശക്കാരനാണ്. ഇത് ഏത് സീഡിയെന്നാണ് കണ്ടെത്തി അപ്പുറപ്പുറമൊക്കെ ഒന്ന് ഇട്ടിട്ട് മുജാഹിദ് കാണിച്ചാന്നുള്ള നിങ്ങൾ കണ്ടെത്തി കാണിക്കും. ഇൻഷാ അല്ലാഹ് അപ്പം നമുക്കപ്പോൾ കാണാം. ഏതായാലും ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ പലതും നമുക്ക് കളിക്കാൻ സാധിക്കും എന്നതിനൊരു ഉദാഹരണം. ഇനി കണ്ടോ,